അടുത്ത നമ്മൾ നോക്കുന്നത് 27ാമത്തെ ചോദ്യമാണ്. അപ്പം 27ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇതാ നോക്കിക്കേ, സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് 27ാമത്തേത്. അപ്പോൾ ചോദ്യം ഇതാണ്: ഇഫ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദി ഡേറ്റ 65, 68, 58, 44, 48, 45, 60 ആൽഫ, ബീറ്റ ആൻഡ് 60 വെയർ ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ എന്ന് പറയുന്നുണ്ട്, ആർ 56 ആൻഡ് 66.2 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തന്നിരിക്കുന്നത്? മീൻ 56ഉം വേരിയൻസ് 66.2 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, കാരണം ഇതിനകത്ത് കുറച്ച് സ്ക്വയേഴ്സ് ഒക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യും. അതർവൈസ് ഈ ചോദ്യം എന്താണ്? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റ് ഫോർമുല നമുക്കുണ്ട് അല്ലേ, വേരിയൻസ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആ ഫോർമുല എന്താ മക്കളെ? വേരിയൻസ് അല്ലേ. ഓക്കെ, വേരിയൻസ് ഈക്വൽ ടു, വേരിയൻസ് നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം വേരിയൻസ് ഈക്വൽ ടു എന്താ വരുന്നത്? സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല, നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതാ നോക്കിക്കേ, സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്വയേഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. അപ്പോൾ നമുക്ക് എഴുതാം. എങ്ങനെയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 65 സ്ക്വയർ പ്ലസ് 68 സ്ക്വയർ പ്ലസ് 58 സ്ക്വയർ പ്ലസ് 44 സ്ക്വയർ പ്ലസ് 48 സ്ക്വയർ പ്ലസ് 45 സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 60 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എത്ര ടൈംസ് ഉണ്ട് മക്കളെ നോക്കിയേ? 1 2 3 4 5 6 7 8 9 10 ടേംസ് ഉണ്ട് അല്ലേ. ഡിവൈഡഡ് ബൈ 10 മൈനസ് എന്താണ്? എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇവിടെ മീൻ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ എത്രയാണ്? 56. അപ്പം നമുക്ക് എന്താ വരുന്നത്? 56 ഹോൾ സ്ക്വയർ. ക്ലിയർ ആണല്ലോ? വേരിയൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 66.2 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എത്രയാണെന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ നിങ്ങൾക്ക് ആകെ ഇതിനകത്തൊരു ബുദ്ധിമുട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 65 സ്ക്വയർ 68 സ്ക്വയർ ഇതിൻ്റെ എല്ലാത്തിൻ്റെ എന്ത് ചെയ്യണം? സ്ക്വയേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അത് മാത്രമേ ഇതിനകത്തൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ് അല്ലേ. അപ്പം ഇതിൻ്റെ ഫൈനൽ നിങ്ങൾ സ്ക്വയേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് അറിയുമ്പോൾ 25 ഞാൻ എഴുതുകയാണ് കേട്ടോ. ഓക്കെ, ഫൈനലി ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2 5 6 7 8 എന്നായിരിക്കും നമ്മൾ ഇത്രയും ടേംസിൻ്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. പ്ലസ് നമുക്ക് എന്തുണ്ട്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഉണ്ട് ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 10 മൈനസ് 56ൻ്റെ സ്ക്വയർ. 56ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരും? 3136 കേട്ടോ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഈക്വൽ ടു നമുക്ക് എന്തുണ്ട്? 66.2 ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ജസ്റ്റ് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു 66.2 പ്ലസ് 3136 ദെൻ മൈനസ് 2567.8. ക്ലിയർ ആണോ മക്കളെ? ഇത്രയും ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 634.4 എന്ന് കിട്ടും. ദെൻ ഇവിടെ നോക്കി ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 10 ആണ് ഇപ്പോൾ 634.4 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 634.4 ഇൻറ്റു 10. അപ്പോൾ അത്ര വരും ആൻസർ 6344 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അത്രയേ ഉള്ളൂ.